ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ ഒന്ന് കട്ടായി പോയി, കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് ബയോമാസ്. വാട്ട്സ് ബയോമാസ്? ഫ്രം ആൻഷ്യൻ ടൈംസ് വി ഹാവ് ബീൻ യൂസിങ് ഫയർവുഡ്, ഡ്രൈഡ് കോൾ ഡക്ക് എക്സെട്ര. അല്ല, ഇപ്പോൾ നമുക്കറിയാം വിറക്, ചാണകം, ഇതൊക്കെ നമ്മൾ ഇന്ധനങ്ങളായി ഉപയോഗിച്ചിട്ട് പഴയ കാലം മുതൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ പിന്നെ വളരെ അല്ലേ, ബിസൈഡ്സ് എയർ പൊല്യൂഷൻ വാട്ട് ആർ ദി പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് വെൻ ഗാർബേജ് ഈസ് ഹീറ്റ്? അല്ലെ, ഗാർബേജുകൾ അടിഞ്ഞു കൂടിയാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ, ഒരുപാട് പൊല്യൂട്ടഡാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ ബയോമാസ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ബയോഗ്യാസ്, നെക്സ്റ്റ് വൺ അല്ലേ. നമുക്ക് ബയോഗ്യാസ് അറിയാം. വെൻ ബയോവേസ്റ്റ് ഈസ് ഡിപ്പോസിറ്റഡ് ഇൻ എ ബയോഗ്യാസ് പ്ലാന്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ബയോഗ്യാസ് ഈസ് ഫോംഡ് ബൈ ദി ആക്ഷൻ ഓഫ് ബാക്ടീരിയ. അപ്പോൾ നമ്മളിതിൽ ബയോ വേസ്റ്റുകൾ അല്ലെ എന്തും ആവാം, അത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലേ. ഒരു പ്ലാന്റ് ഉണ്ടാക്കുക, അതിൽ എങ്ങനെയായിരിക്കണം അത്? ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ പാടില്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? അവിടെ ബയോഗ്യാസ് ഫോം ചെയ്യും അല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആക്ഷൻ ഓഫ് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ദി സ്ലറി ഡിസ്ചാർജ് ഫ്രം ദി ബയോഗ്യാസ് പ്ലാന്റ് ഈസ് ഗുഡ് മാനോ. ഇതെന്ന് വരുന്ന വേസ്റ്റ് സ്ലറി, അതായത് ചാരം എന്ന് പറയാം, അല്ലെങ്കിൽ കരി പോലെയുള്ള ബാക്കി വരുന്ന വേസ്റ്റുകൾ നല്ലൊരു വളമായിട്ട്, നല്ലൊരു മാനോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് അല്ലേ നല്ലൊരു ഇതാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് നല്ലൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമുക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ്. ഇപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ഈസ് എ ഫ്യൂവൽ വിത്ത് ഹയസ്റ്റ് കലോറിക് വാല്യൂ അല്ലേ. വളരെ കലോറിക മൂല്യമുള്ള ഒരു ഫ്യൂവലാണ്, ഇന്ധനമാണ് ഹൈഡ്രജൻ. ദിസ് ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് ഇൻ നേച്ചർ. പിന്നെ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ്, അതുപോലെ എക്സ്പ്ലോസീവാണ്, പൊട്ടിത്തെറിക്കാൻ വളരെ സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ്. അല്ലാതും നമുക്ക് സ്റ്റോർ ചെയ്യാനോ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ വളരെയധികം ബുദ്ധിമുട്ടാണ്. വി മേക്ക് യൂസ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇപ്പോൾ നമുക്ക് ഇതുകൊണ്ട് സെല്ലുണ്ടാക്കാം അല്ലേ, ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഏതിനൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട്? ഓക്സിജനെയും അതോടൊപ്പം ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ഇതിന് രണ്ടിനും കമ്പൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് വരുന്നതാണ് കുറേ നമ്മുടെ ഇലക്ട്രിക്കൽ പ്ലാന്റുകളുണ്ട്, പവർ സ്റ്റേഷൻസ്. അങ്ങനെ എത്ര തരം പവർ സ്റ്റേഷനുകളുണ്ട്, ഏത് തരത്തിലാണ്? ഫസ്റ്റ് വൺ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആ പ്രവർത്തനം എങ്ങനെയാണ് അല്ലേ? വാട്ടർ സ്റ്റോർഡ് അറ്റ് ഹൈറ്റ് ഈസ് അലൗഡ് ടു ഫ്ലോ ഡൗൺ ത്രൂ എ പെൻസ്റ്റോക്ക് പൈപ്പ് അല്ല. അപ്പോൾ ഉയരത്തിൽ വെള്ളം പറഞ്ഞാൽ ഡാമിലൊക്കെ കെട്ടി നിർത്തിക്കൊണ്ട് അതിനെ താഴേക്ക് ഒഴുക്കി വിടും, വലിയ പൈപ്പ്. അതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് അല്ലേ. ദി എനർജി ഓഫ് ദി ഫ്ലോയിങ് വാട്ടർ ഇസ് യൂസ് ടു റൊട്ടേറ്റ് ദി ടർബൈൻ ആൻഡ് ഇലക്ട്രിസിറ്റി ഇസ് ജനറേറ്റഡ്. അപ്പോൾ ഇതിന്ന് വരുന്ന ആ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ടർബൈൻ, വലിയ ചക്രങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്ലാന്റ്സിലൊക്കെ പോയി അത് കറങ്ങും. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം സച്ച് പവർ സ്റ്റേഷൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് പള്ളിവാസൽ അല്ലേ. പള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് കേരളത്തിലെ. അതുപോലെ തന്നെ അല്ലേ മൂലമറ്റം, കേരളത്തിൽ തന്നെ മൂലമറ്റം, ഇവിടെയൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻസ് അല്ലേ. ഫ്യൂവൽ ലൈക്ക് കോൾ, നഫ്ത, ലിഗ്നൈറ്റ്, എക്സ്ട്രാസ് ഇഗ്നൈറ്റേഴ്സ് അല്ലേ. ഇവയൊക്കെ കത്തിച്ചുകൊണ്ട് അതുപോലെ കോളോ നാഫ്ത തുടങ്ങിയ ഇന്ധനങ്ങൾ. The heat energy thus liberated is used to convert water into steam at high temperature or pressure. അപ്പോൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഊർജ്ജം, ഹീറ്റ് എനർജി, അത് ഈസ് യൂസ് ടു കൺവേർട്ട് വാട്ടർ ഇൻ ടു സ്റ്റീം. വെള്ളത്തിനെ സ്റ്റീം ആവിയാക്കി മാറ്റാൻ സഹായിക്കും. ആ ചൂട് കൊണ്ട് വെള്ളം ആവിയായി മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ശക്തി, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ കഴിയും അല്ലേ. ഇങ്ങനെയുള്ളതാണ് നെയ്വേലി, ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്നൊക്കെ കിട്ടുന്നുണ്ടാകും നെയ്വേലി അല്ലേ. അതുപോലെ കായംകുളം എക്സെട്ര. അപ്പോൾ കായംകുളത്തേക്ക് പ്ലാന്റ് നിർത്തിയെന്നാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കാം. ഇനി നമുക്ക് തുടരാം. ഓക്കെ ദെൻ.